ഹലോ, ഞാൻ നിങ്ങളുടെ അയനാമു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് കഥയിലേക്ക് പോയാലോ. ആലസ്യത്തിലമർന്ന തെങ്ങോലകളെയും വൃക്ഷത്തലപ്പുകളെയും തട്ടിയുണർത്തിയ കാറ്റ് താഴ്ന്നു പറഞ്ഞ കുസൃതിയോട് കായലിനെ ഇക്കിളിയിട്ടു. ഒരുമാത്രം ഓളങ്ങൾ പുളകം കൊണ്ടു നിന്നു. മുങ്ങിന് വരുന്ന ശിവൻകുട്ടി കുളിർന്നു വിറച്ചുപോയി. ഇന്ന് മുതലാളി സുലൈമാൻ ഹാജിയുടെ ഹൗസ് ബോട്ടിൽ കായൽ ചുറ്റാൻ കൊണ്ടുപോകാമെന്ന് ഏറ്റതാ. അതാണെങ്കിൽ മുതലാളിയുടെ വീട്ടിൽ വെച്ച് തന്നെ വീടൊരു നേരിട്ട് തന്നെ ഓർഡറും. ശപ്പം മുതലാളി മറുത്തൊന്നും മിണ്ടിയില്ല. അങ്ങേരെ കായൽ തീരത്തെ രമ്യഹർമ്മത്തിൽ ഗ്രാമത്തിലെ ഏതേലും പെൺകുടിയെ എത്തിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. പൂത്ത കാശ് പലിശയ്ക്ക് കൊടുക്കുമല്ലേ, എന്നും വരട്ടെ. പുലരിയിലെ തണുപ്പ് വകവയ്ക്കാതെ ശിവൻകുട്ടി വീണ്ടും മുങ്ങിന് വരുന്നു. മുതലാളിയുടെ വീടർക്കുന്ന കായൽ മീൻ ചൂണ്ടയിട്ട് പിടിച്ചു കൊടുക്കണം. അതായത് മുതലാളിയുടെ വീട്ടുകാർക്കിന്ന് കായൽ മീൻ ചൂണ്ടയിട്ട് പിടിച്ചു കൊടുക്കണം. അതിനെ വെട്ടിയെറിഞ്ഞ് പാകപ്പെടുത്തി അണ്ണാക്കിലേക്ക് തള്ളി കൊടുക്കണം. എന്ത് ചെയ്യാം, അനുഭവിക്കുക, അത് തന്നെ. വേഗം കുളിയും കഴിഞ്ഞ് തലയൊക്കെ വർത്തി തോർത്തും തോളിലിട്ട് അവൻ വീട്ടിലേക്ക് നടന്നു. പ്രേമിച്ചൊളിച്ചോടി രജിസ്റ്റർ മാരേജ് ചെയ്ത ദിവാകരനും വത്സലയും 25 കൊല്ലം മുൻപാണ് ആ കുഗ്രാമത്തിലെത്തുന്നത്. അടുത്ത വർഷം തന്നെ അവർക്കൊരു ആൺകുഞ്ഞു പിറന്നു. ശിവൻകുട്ടി ജനിച്ച് 7 വർഷം കഴിഞ്ഞിട്ടാണ് അനിയത്തി ശാലിനി ഉണ്ടായത്. ശാലിനിയുടെ പിതൃത്വത്തിൽ ദിവാകരന് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏറെ താമസിയാതെ ഒരു മണ്ണാത്തി പെണ്ണിനൊപ്പം ദിവാകരൻ ആ ഗ്രാമം വിട്ടങ്ങ് പോയി. പിന്നീട് ചകിരിത്തൊണ്ട് തല്ലിയും കൂലി വിലയെടുത്ത വത്സല മക്കളെ വളർത്തിയത്. 3 സെൻറ്റ് സ്ഥലം സമ്പാദിക്കാനുമായി ശിവൻകുട്ടിക്ക് സുലൈമാൻ ഹാജിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ നടത്തിപ്പ് ചുമതല ഒരു ജോലിയുടെ നിലയ്ക്ക് കിട്ടിയതോടെ ഓല വീട് വാർപ്പ് വീടാക്കാനുള്ള ശ്രമവും തുടങ്ങി. എന്നിട്ട് വേണം അനിയത്തിയെ കെട്ടിച്ചയക്കാനും ബാല്യകാല സഖി ശ്രീകലയെ സ്വന്തമാക്കാനും. തൻ്റെ സ്വപ്നങ്ങളെല്ലാം ഈ അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകില്ലെന്ന് അവന് നന്നായിട്ട് അറിയാം. ശിവൻകുട്ടി വീട്ടിലെത്തി. ഡബിൾ മുണ്ടും ഷർട്ടും ധരിച്ചപ്പോഴേക്ക് വത്സല പ്രാതലുമായി എത്തി. മരച്ചീനി പുഴുങ്ങിയതും പച്ചമുളക് ചമ്മന്തിയും കനലിൽ ചുട്ടെടുത്ത പപ്പടവും കട്ടൻ ചായയും ചേർന്നതാണ് പ്രഭാത ഭക്ഷണം. ശിവൻകുട്ടിക്ക് ഇഷ്ടപ്പെട്ട വിഭവമാണവ. ശിവൻകുട്ടി കൈ കഴുകി തൊടി കിടന്ന് നടപ്പാതയിലേക്ക് ഇറങ്ങിയപ്പോൾ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി വത്സല വിളിച്ചു പറഞ്ഞു, നീ കുളിക്കാൻ പോയപ്പോൾ രാഘവൻ അന്വേഷിച്ചു വന്നായിരുന്നു, നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. പോകും വഴി അവിടെ ഒന്ന് കയറിക്കോ. ശ്രീകലയുടെ അച്ഛനാണ് രാഘവൻ. അങ്ങോട്ട് ചെല്ലാൻ മനം തൊടിച്ചെങ്കിലും അത് അമ്മയെ അറിയിക്കുന്നത് ശരിയല്ലല്ലോ. അവൻ തെല്ലൊരൊക്കെ പറഞ്ഞു, ഇപ്പോഴേ നേരം വൈകി, പറ്റുമെന്ന് നോക്കട്ടെ. ശിവൻകുട്ടി ചെല്ലുമ്പോൾ വീട്ടിൽ ശ്രീകലയും അമ്മ ശാന്തിയുമേ ഉണ്ടായിരുന്നുള്ളൂ. രാഘവൻ കൂലിവേലക്കാരനാണ്, പണിക്ക് പോയി കഴിഞ്ഞു. ശ്രീകലയുടെ അനിയത്തി ശ്രീദേവി SSLC വിദ്യാർത്ഥിനിയാണ്. അവളും ട്യൂഷന് പോയി. എന്താ ശിവ, ജോലി കിട്ടിയപ്പോൾ ഈ വഴിയൊക്കെ മറന്നോ? ശാന്തമ്മ കുശലൻ ചോദിച്ചു. പണത്തിരക്കുണ്ട് അമ്മച്ചി, അവൻ വിനയാന്വിതനായി. കാര്യം പണത്തിരക്കല്ലെന്ന് ശ്രീകലയ്ക്കറിയാം. താൻ തുന്നൽ പഠിക്കുന്നിടത്ത് കാലത്തും ഉച്ചയ്ക്കും ആശാനെത്തും. പോകും വഴിയും വരുമ്പോഴും സംസാരിക്കാൻ നല്ല സൗകര്യം. പിന്നെ വീട്ടിൽ വരുന്നത് എന്തിന്? നീരിക്ക്, ഞാൻ ചായ എടുക്കാം. ശാന്തമ്മ അകത്തേക്ക് പോയി. എന്നതാടി കാര്യം? അവൻ ശ്രീകലയോട് ആരാഞ്ഞു. എനിക്കറിയില്ല, അവൾ കൈമലർത്തി. കാര്യം എന്തെന്ന് അവൾക്കറിയാമെന്നും അതവൾ മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും അവന് മനസ്സിലായി. നാണത്താൽ പൂത്തുലഞ്ഞ് നിൽപ്പാണവൾ. ആ പറയടി പെണ്ണെ. എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അവൾ അകത്തേക്ക് പോകാനണഞ്ഞു. ആട്ടെ, തുന്നൽ പണി ഏകദേശമായല്ലോ. അടുത്ത പ്ലാൻ എന്താ? എംബ്രോയ്ഡറി. നീ റെഡിമെയ്ഡ് കടം തുടങ്ങാൻ പോവുക? അവൻ കളിയാക്കി. പരിഹസിക്കണ്ട. അവളുടെ മുഖം വാടി. കൈ കാശില്ല ചേട്ടാ, അല്ലെ ഞാൻ നഴ്സിങ്ങിന് ചേർന്നേനെ. കാശില്ലാത്തത് എന്തായാലും നന്നായി. നേഴ്സിംഗ് കഴിഞ്ഞ് നീ അങ്ങ് ലണ്ടനിലേക്ക് പറഞ്ഞാൽ ഞാൻ പിന്നെ വേണ്ടാതാവും. കൊത്തിക്കൊണ്ട് പോകാൻ രാജകുമാരന്മാർ വരും. നിൻ്റെ അച്ഛൻ ആ കള്ളുകുടിയൻ. മോളെ 10 പുത്തിനുള്ളവർക്ക് ആലോചിക്കുകയും ചെയ്യും. നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കാശില്ലാത്തത് എൻ്റെ ഭാഗ്യം.
അവളുടെ മുഖം ദീപ്തമായി. അവൻ തുടർന്നു, ശബരിമല ശാസ്താവേ, ഇവളുടെ അച്ഛനെ ദുരിതവാസിയാക്കണേ. അവൻ്റെ പ്രകടനം കണ്ട് ശ്രീകല ചിരിച്ചുപോയി. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. ഒടുക്കം എന്നെ പിടിച്ച് ഇയാളുടെ കൈ തരുമ്പോൾ കൈതാരൽ രാഘവൻ പറയും, ശബരിമല ശാസ്താവേ, കനിഞ്ഞു നിനക്ക് തരാൻ ഇവിടെ മാത്രമേ എനിക്ക് കയ്യിലുള്ളൂ മരുമകനേന്ന്. അല്ല ശിവേട്ടാ, കൈപ്പറമ്പിൽ അനിലയുടെ കാര്യം എന്തായി? നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയോ? ആ കിട്ടി. എൻ്റെ മുതലാളിയെ അഡ്മിഷനുള്ള പണം കൊടുത്തേ, പലിശ കൂടിക്കൊണ്ടിരിക്കുക. ഓ, ഒറ്റ മോളല്ലേ, വീട് വിറ്റായാലും അവരാ കടം തീർക്കും. ഓ, നിൻ്റെ അച്ഛൻ ഏതാണ്ട് വാങ്ങിയിട്ടുണ്ട്, വേഗം കൊടുത്തു തീർക്കാൻ പറഞ്ഞോ. വീട് വേണ്ടെന്ന് വെക്കാൻ ഒറ്റ മോളൊന്നും അല്ലല്ലോ നീ. ചിങ്ങത്തെ അയ്യമ്പട്ടൻ്റെ വീട് ഏതാണ്ട് പോകുന്ന മട്ട. മേലെത്തോപ്പിൽ ഉമാച്ചിക്കുട്ടിയും കിണിച്ചിരിപ്പ അവൻ വിവരിച്ചു. ശാന്തമ്മ കോലായിലേക്ക് വന്നു. ആവി പരക്കുന്ന ചായ ഗ്ലാസ് നീട്ടി അത് വാങ്ങി മുത്തിക്കുടിക്ക് അവൻ തിരക്കി. ഇവളുടെ അച്ഛൻ എന്നെ ചൊരിച്ച് വീട്ടിൽ വന്നിരുന്നു അത്രേ. എന്നതാ കാര്യം? അത് അങ്ങേരോട് തന്നെ ചോദിച്ചാൽ പോരെ. ശാന്തമ്മയും കൈയഴിഞ്ഞു. ഓ, ഇത് മനുഷ്യരെ വട്ടിയാക്കുന്ന ഏർപ്പാടാണല്ലോ. അമ്മയും മോളും മിണ്ടണില്ല. അവൻ ചായ മോന്തവേ പരിഭവിച്ചു. അത് മോനെ, ശാന്തമ്മ പറയാനഞ്ഞു. അതോടെ സ്ത്രീകളകത്തേക്ക് വലഞ്ഞു. ശാന്തമ്മ പറയുകയായിരുന്നു, കലമോൾക്ക് ഒന്ന് രണ്ട് ആലോചനകൾ വന്നായിരുന്നു. അവളുടെ അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാലോ, പെട്ടെന്ന് തുണ്ടം രണ്ട്, കള്ളു കുടിച്ച പ്രത്യേകിച്ച്. ഞാൻ പറയുകയായിരുന്നു നിന്നെ വന്ന് കാണാൻ. അവർ വെളിപ്പെടുത്തി. ശിവൻകുട്ടി എന്ത് പറയണമെന്നറിയാതെ തെല്ലുനേരം മൗനം ആചരിച്ചു. എന്താ നീയൊന്നും മിണ്ടാത്തെ? പഞ്ചായത്തിൽ നിന്ന് വീടിന് പണം പാസ്സായിട്ടുണ്ട്. തറകെട്ടാൻ കാര്യങ്ങൾ ഇറക്കിയിട്ടുമുണ്ട്. പണി ഉടനെ തുടങ്ങും. ഒരു മുറിയും അടുക്കളയെങ്കിലും പണി തീർത്താൽ വേണ്ടില്ലായിരുന്നു. എന്തായാലും കലയുടെ അച്ഛനെ ഇന്ന് തന്നെ ഞാൻ കണ്ടോളാം. അവൻ ചായ ഗ്ലാസ് തിരികെ കൊടുത്തു. അത് മതി. ശാന്തമ്മ ചിരിക്കാൻ ശ്രമിച്ചു. പോയിട്ട് തിരി പണിയുണ്ട്. അവൻ എഴുന്നേറ്റു. ശരി, പക്ഷേ ഇക്കാര്യം മറക്കല്ലേ. അവൻ ചിരിച്ചുകൊണ്ട് ഇറങ്ങി. സ്ത്രീകളെ നോക്കിയപ്പോൾ കണ്ടില്ല. അകത്തിരിപ്പാകും. അനിയത്തെ കെട്ടിച്ചിട്ട് അവളെ സ്വന്താക്കാം എന്നാണ് കരുതിയിരുന്നത്. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. അതിനു വേണ്ടി കാത്തിരുന്ന കലയെ തനിക്ക് നഷ്ടമാകും. അല്ലെങ്കിലും ശാലിനിക്ക് 17 തികയുന്നതേ ഉള്ളൂ. ഇനിയും സമയമുണ്ട്. അവൻ പാടവരമ്പിലൂടെ ഇങ്ങനെ നടന്നു. പെട്ടെന്നൊരു ലാൻസർ കാർ അവനരികെ ബ്രേക്ക് ചെയ്തു. സുലൈമാൻ ഹാജിയുടെ കാർ. ഇജ് എവിടെ പോയി കിടക്കുക? പറയത് കാത്തിരുന്ന് മുഷിഞ്ഞു. മുൻസീറ്റിലിരുന്ന ഹാജി ദേഷ്യപ്പെട്ടു. അത് ഞാൻ പിന്നെ. ശിവൻകുട്ടി തല ചൊറിഞ്ഞു. മാനത്താളം കൊപാതെ കയറിയിരിക്കി. അയാൾ ചൂടായി. അവൻ ബാക്ക് ഡോറ് തുറന്ന് അകത്ത് കയറിയിരുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ താരിക്കായിരുന്നു, മുതലാളിയുടെ വിനീത വിധേയൻ. കാറിൻ്റെ ടയറുകൾ പഞ്ചായത്ത് റോഡിൻ്റെ മാറു പുലർന്ന് പാഞ്ഞു പോയി. പഞ്ചായത്ത് ഓഫീസ് ചുറ്റിത്തിരിഞ്ഞ് കാർ ആദ്യത്തെ ഹെയർപിൻ വളവിലെ പാടത്തിനരികിലായിട്ട് നിന്നു. ഇജ ബലാലിനെ വിളിച്ചോണ്ട് വാ, അയാൾ താരിക്കിനോട് കൽപ്പിച്ചു. ഡോറ് തുറന്ന് അവൻ റോഡിലിറങ്ങി. അല്ലേ വേണ്ട, നമ്മളും വരണം. ഹാജി ഡാഷ്ബോർഡ് തുറന്ന് ചെറിയൊരു കുപ്പിയെടുത്ത് മൂടി തുറന്ന് സിൽക്ക് ജുബയിൽ പുരട്ടി. ചന്ദനത്തിൻ്റെ ഗന്ധം പ്രസരിച്ചു. അയാൾ പുറത്തിറങ്ങി. പിന്നാലെ ശിവൻകുട്ടി ഇറങ്ങി. ചിങ്ങോത്തയ്യപ്പൻ്റെ വീട്ടിൽ കടന്ന് അവന് വ്യക്തമായി. മൂവരും പാടവരമ്പിലൂടെ ഇറങ്ങി നടന്നു. തേപ്പ് കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വീട്ടുമുറ്റത്തെത്തി. അവരെ കണ്ട് ദാവണ ചുറ്റിയൊരു പെൺകുടി കോലായിലേക്ക് വന്നു. അയ്യപ്പനില്ലേ? ഹാജി ചോദിച്ചു. പനിച്ച് കിടക്കുക. മുത്ത് പൊഴിയും പോലെ അവൾ മറുപടി പറഞ്ഞു. ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം. മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, പന്നിപ്പനി. അയാൾ ഗൗരവം പൂണ്ട് പറഞ്ഞു. അത്തരൊരു പനിയാണ് നമ്മൾ സൂക്ഷിക്കണം. മോള് ചെന്ന് അവനെ വിളിച്ചോണ്ട് വാ. പെൺകുട്ടി ഭീതിയോടെ പിന്തിരിഞ്ഞു. നിമിഷങ്ങൾക്കകം കമ്പിളി ചുറ്റിയൊരു രൂപം കോലായിലെത്തി. പിന്നെ പടിയിറങ്ങി മുറ്റത്തെത്തി. മുതലാളി അകത്തോട്ടിരിക്കാം. അയ്യപ്പൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അകത്തോട്ട് കയറിയ എച്ച് പുറത്താകും അയ്യപ്പ. ഇതിൻ്റെ പ്രമാണം ഞമ്മൻ്റെ ഷെൽവിലല്ലേ? മൂർച്ചയേറിയ കടാര പോലെയായിരുന്നു ആ ചോദ്യം. അയാൾ തുറന്നു. എൻ്റെ മോളെ പേരെന്തായിരുന്നു അയ്യപ്പ? വൃന്ദ. അയ്യപ്പൻ്റെ സ്വരവും വിറച്ചു. ഓള് ഗർഭിണിയാകും. ഏത്? മുതലാളി. അയ്യപ്പൻ കരഞ്ഞു. ഇജ്ജ് ബേജാറാവണ്ട. ഞമ്മൻ്റെ കായയുടെ മുതലും പലിശയും ഇത് വിറ്റാൽ പോലും കിട്ടത്തില്ല.
അത് അത് ഞാൻ തരാം മുതലാളി. ഒറ്റയടിയായിരുന്നു അയ്യപ്പൻ്റെ കർണത്ത്. അയാൾ നിലത്ത് വീണുപോയി. ആരുത് മുതലാളി. ശിവൻകുട്ടി ഹാജിയാരെ തടഞ്ഞു. അയ്യപ്പൻ ബന്ധപ്പെട്ട് എഴുന്നേൽക്കുമ്പോഴേക്കും നിലവിളിയോടെ വൃന്ദയും അനിയൻ നവീനും അയ്യപ്പൻ്റെ ഭാര്യ സരസുവും ഓടിയെത്തി. അങ്ങനെയൊന്നും ചെയ്യല്ലേ മുതലാളി. സരസു കരഞ്ഞു. നമ്മളെന്ത് ചെയ്യാൻ? ഒക്കെ പഠിച്ചനല്ലേ ചെയ്യേണ്ടത്. സുലൈമാൻ ഹാജി വികൃതമായി ചിരിച്ചു. നമുക്കൊരു തെറ്റ് പറ്റി, നമ്മളിങ്ങടെ കാല് പിടിക്കാം. അയാൾ സരസുവിൻ്റെ കാല് പിടിക്കാനഞ്ഞു. അവർ ഭയന്ന് പിന്നോട്ട് നീങ്ങി. ഹാജി അയ്യപ്പൻ്റെ തോളിൽ കൈയിട്ട് പിന്നെ തെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോയി പതിയെ അയാളുടെ ചെവിയിൽ മന്ത്രിച്ചു. എനിക്ക് ഞമ്മൾ 2 അവസരം തരാം. ഒന്ന്, ഈ വീട് വിറ്റ് ഞമ്മൻ്റെ കടം വീട്ട്. അല്ലേ ഇതിൻ്റെ ആധാരം എനിക്ക് ഞമ്മൾ തരാം. പക്ഷേ ഒരു ചെറിയ പണിയുണ്ട്. ഞമ്മൻ്റെ കായലടുത്ത് വീട് അനക്കറിയില്ലേ? ഇന്നെ ഇച്ച അവിടെ വരണം. ഒറ്റയ്ക്കല്ല, എൻ്റെ മോളുണ്ടല്ലോ, ആ മൊഞ്ചത്തിയും കൊണ്ട്. 1 മണിക്കൂർ അവിടെ നിന്നാൽ അനക്കെൻ്റെ ആധാരം തിരികെ കിട്ടും. ഞമ്മ തമ്മിലുള്ള ഇടപാടങ്ങ് തീരും. അല്ലേ ഞമ്മ നാളെ വരും, ഓർത്തോ? അയാൾ അയ്യപ്പൻ്റെ തോളിൽ പിടിവിട്ട് വയൽ വരമ്പിലേക്ക് ഇറങ്ങി. പിന്നാലെ ശിവൻകുട്ടിയും താരിക്കും. വരമ്പിലൂടെ അവരങ്ങനെ നടന്നു. ലാൻസ് സ്റ്റാർട്ടായി. അത് റോഡിലൂടെ പാഞ്ഞു. ചീറി ചെന്ന കാറ് മനക്കൊടിയിൽ ബംഗ്ലാവിൻ്റെ പോർച്ചിൽ നിന്നു. കാറിൻ്റെ ശബ്ദം കേട്ട് സുലൈമാൻ ഹാജിയുടെ ഭാര്യ ബറീദ ബീവി സിറ്റൗട്ടിലേക്ക് വന്നു. പർദ്ദയാണ് വേഷം. അവർക്ക് ഏത് വേഷം ഇണങ്ങുമെന്ന് ശിവൻകുട്ടിക്ക് തോന്നി. അത്രമേൽ സുന്ദരിയാണ് ബറീദ. മുതലാളിക്ക് 50-നടുത്തായെങ്കിലും ഇനിയും 30 തികഞ്ഞിട്ടില്ലാത്ത താരുണ്യമാണ് അവൾ. പറ്റാത്ത പണി ഏൽക്കണോ ശിവ? ശാന്തസ്വരമായിരുന്നെങ്കിലും വല്ലാത്ത മൂർച്ചയുണ്ടായിരുന്നു വാക്കുകൾക്ക്. ശിവൻകുട്ടിക്ക് വാക്കുകൾ നഷ്ടമായി. സ്ത്രീകളെ കാണാനും സൊല്ലാനുമുള്ള അവസരമാണ് ഈ പെണ്ണുരത്തി നശിപ്പിക്കുന്നത്. ബറീദ, ഇജൊന്ന് കേട്ടോളിൻ. ഹാജി ശിവൻകുട്ടിയുടെ രക്ഷയ്ക്കെത്തി. എൻ്റെ കുട്ടിക്കളിക്കിരിക്കില്ല ഞമ്മൻ്റെ ആൾക്കാർ. അവർക്ക് 100 കൂട്ടം പണിയുണ്ട്. മൈസൂർ കാട്ടിൽ നിന്ന് ചന്ദനം എത്തിയിട്ടും ഫാക്ടറിയിലെ പണി നടക്കണില്ല. എന്താ കാര്യം? ആനയെ വാങ്ങിയപ്പോൾ തോട്ടി കിട്ടാനില്ലെന്നും പറയണ പോലെ അകില് കിട്ടാനില്ല. ചോട്ടപ്പൻ അകിലേ, അതിന് പറഞ്ഞറിയിക്കാനായിരുന്നു ശിവനെയും താരിക്കിനെയും. ഇന്നിപ്പം ഇജ്ജത് മുടക്കി. മേലാൽ ഇപ്പഴും നടപ്പില്ല, ഓർത്തോളി. മുതലാളിയുടെ പെർഫോമൻസ് ശിവൻകുട്ടിക്ക് പെരുത്തങ്ങ് പിടിച്ചു. പക്ഷേ ബറീദയ്ക്ക് ദഹിച്ചില്ല. എൻ്റെ പാപ്പ മൊയ്തീൻ ഹാജിയുടെ ഫാക്ടറികൾ 2ലും പണി നടക്കുന്നുണ്ട്. അവിടെ ചന്ദനമല്ലേലും ഇറക്കുമതി ചെയ്ത് ടാൻസാനിയൻ ചന്ദനമുണ്ട്. പിന്നെ ഇത് ഫാക്ടറിയാണ്. ഗവൺമെൻറ് അറിയാതെ എൻ്റെ പുയ്യാപ്സ് നടത്തുന്ന ഫാക്ടറികളോ? മില്ലിലെ അറക്കവാളിനേക്കാളും തീക്ഷ്ണത അവളുടെ ഓരോ വാക്കിലും ഹാജി അറിഞ്ഞു. ആനാവിൻ്റെ പിടിപ്പ് കേടാണെങ്കിൽ അതിനെ അവിടെ നിലത്തട്ടണമെന്ന് ആലോചിക്കേണ്ടി വരും. താക്കീതിൻ്റെ തുനിയായിരുന്നു അതിന്. ഏത് സമയത്താണാവോ ഈ പഹേച്ചയെ കെട്ടാൻ തോന്നിയത്? ഇവളുടെ മൂത്തത് പഞ്ചപാവമായിരുന്നു. 7-8 കൊല്ലം തൻ്റെ കൂടെ ജീവിച്ചിട്ടും അവളെക്കൊണ്ട് ഒരു ശല്യം ഉണ്ടായിട്ടില്ല. പ്രസവത്തോടെ അവൾ മരിച്ചതും മോളെ നോക്കാൻ വേണ്ടി മാത്രമാണ് അവളുടെ അനിയത്തെ ഇവളെ കെട്ടിയത്. അല്ലാതെ ആക്കാനൊന്നും വേറെ കിട്ടാനിട്ടല്ല. താൻ വെറുതെ കിട്ടുമ്പോൾ അവൾ പ്രീ ഡിഗ്രി 2nd ഇയറിന് പഠിക്കുകയായിരുന്നു. അതാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. പെൺകുട്ടികളെ 10ന് മുകളിലേക്ക് ഒരിക്കലും പഠിക്കാൻ വിടരുത്, അവർ ചീത്തയാകും. ഇപ്പോൾ 10ൽ പഠിക്കുന്ന മോൾ ഷഹാനയെ ജയിച്ചാലും +1 ചേർക്കില്ല. ഹാജർ ഉറപ്പിച്ചു. വണ്ടി എടുക്കടാ. അയാൾ ലാൻസറിൽ കടന്നിരുന്നു. കാർ പോർച്ചിൽ നിന്നും റിവേഴ്സ് എടുത്ത് ഗേറ്റ് കിടന്നത് പാഞ്ഞു പോയി. ശിവ, നിനക്ക് പണമാണോ ജീവിതമാണോ വലുത്? പൊടുന്നനെ ഫരീദ തിരക്കി. അപ്പോൾ അവളുടെ നോട്ടം നേരിടാനാവാതെ അവൻ നോട്ടം പിൻവലിച്ചു. ജീവിതമാണ് പ്രധാനം, മനസ്സിലാക്കിക്കോ. മറുപടിയും അവൾ തന്നെ പറഞ്ഞു. പിന്നെ അകത്തേക്ക് നോക്കി. മെഹറിനിസ, അതിങ്ങെടുത്തേ. വേലക്കാരിപ്പെണ്ണ് ഒരു ബിഗ് ഷോപ്പറുമായി എത്തി. ബറീദ അത് വാങ്ങി. ഞാനിന്ന് വൈകിട്ടേ വരും. അവൾ ചെന്ന് മാരുതിക്കാരൻ്റെ ബാക്ക് ഡോർ തുറന്ന് ബിഗ് ഷോപ്പർ സീറ്റിൽ വെച്ചു. പിന്നെ ഡോറടിച്ച് റൈഡിങ് സീറ്റിൽ കയറിയിരുന്നു. ശിവൻകുട്ടി ബാക്ക് ഡോർ തുറക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പം കേട്ടു, ഞാനെന്താ ഡ്രൈവറോ? എവിടെ വന്നിരി. അവൻ മുൻഡോറ് തുറന്ന് കടന്നിരുന്നു. കാർ ഓടിത്തുടങ്ങി. കായലൊരത്ത് തെങ്ങിൻ തോപ്പിലെത്തി കാറ് നിന്നു.
വരീത ബോട്ട് കെട്ടിയിരുന്നിടത്തേക്ക് പോയി. പിന്നാലെ ബിക്ഷോറുമായി ശിവൻകുട്ടിയും. സുലൈമാൻ ഹാജിയുടെ ഹൗസ് ബോട്ടാണത്. അവളെ കണ്ട് ശ്രാങ്ക പൗലോസ് വിനയത്തോടെ നിന്നു. പൗലോസേട്ടാ, ചൂണ്ട ബോട്ടിലില്ലേ? ഉവ്വ. എന്നാ ചന്തയിലോട്ട് ചെന്നോ, ഇപ്പോഴാണ് നല്ല ചെത്തുകളുള്ള കിട്ടും. അല്ലെങ്കിൽ മത്തങ്ങനിയിൽ പഞ്ചസാര മൂന്നേണ്ടി വരും. ആമാശ ഇതിന് കേടാ. അവൾ ഹാൻഡ് ബാഗ് തുറന്ന് 500 ഒരു നോട്ടെടുത്ത് അയാൾക്ക് കൊടുത്തു. വൈകിട്ടെത്തിയാൽ മതി. ഉവ്വ. അയാൾ തെങ്ങിൻ തോപ്പിലൂടെ നടന്നുപോയി. ശിവൻകുട്ടി ബോട്ടിൻ്റെ എൻജിൻ റൂമിലേക്ക് കയറി. വരീത കാഴ്ചകൾ ആസ്വദിക്കാൻ തയ്യാറെടുത്ത് കിടക്കറയുടെ കിളിവാതിലിനടുത്ത് സ്ഥാനം പിടിച്ചു. തലയുടെ ചാരി വെച്ചാൽ കിടന്നുകൊണ്ട് കാഴ്ച നല്ലവണ്ണം കാണാൻ സാധിക്കും. എൻജിൻ ജീവൻ വെച്ചു. ആ ജലയാനം ഓളങ്ങളെ കീറി മുറിച്ച് മുന്നോട്ട് പാഞ്ഞു. സമയം ഉച്ച കഴിഞ്ഞു. കണ്ടക്കാട് മറച്ചു വെച്ചിരിക്കുന്ന കായലിൻ്റെ നിഗൂഢതയിൽ അവിടെ അവർ ചൂണ്ടയിട്ടു. വാളയും കരിമീനും ഒക്കെ കിട്ടി. അത് ബോട്ടിൽ വെച്ച് തന്നെ പാകം ചെയ്തു. വരീത ബീവിയോട് ദേഷ്യം തോന്നിയിരുന്നെങ്കിലും ആ വേളകൾ ശിവൻകുട്ടി നന്നായിട്ട് ആസ്വദിച്ചു. അവർക്ക് തന്നെ എന്തോ താല്പര്യമുണ്ട്. ആൾ പാവാണെന്ന് തോന്നുന്നു. വിജനമായ കായലിൽ ഹൗസ് ബോട്ടിൽ യവനീകരായ സ്ത്രീ പുരുഷന്മാർ. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ. പക്ഷേ ഒന്നും അരങ്ങേറുന്ന ലക്ഷണമില്ല. അവർ അസാധാരണമായൊരു സ്ത്രീയാണ്. വാക്കിനും പെരുമാറ്റത്തിനും വല്ലാണ്ടൊരു തീവ്രതയാണ്. ശിവ, നിന്റെ മുതലാളിക്ക് കാലെടുത്തൊരു വീടില്ലേ? എവിടെയാ അത്? പെട്ടെന്നുള്ള അവരുടെ ചോദ്യം കേട്ട് അവൻ്റെ ഉള്ളൊന്ന് കാളി. ഈ സമയത്ത് മിക്കവാറും മുതലാളി അവിടെ കാണും. ചിലപ്പോൾ വല്ല കിളന്ത് പെങ്കിടാങ്ങളും കൂടെ കാണും. ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയാൽ തൻ്റെ പണി ഇത് തന്നെ. മുതലാളി വിളിക്കാതെ ഒരിക്കലും അങ്ങോട്ട് ചെല്ലരുതെന്ന മുതലാളിയുടെ കൽപ്പന. താക്കോലും മുതലാളിയുടെ കയ്യിലാണ്. ബംഗ്ലാവ് നോക്കാനും ആരുമില്ല. അവൻ അവരുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. വരീത പിന്നീട് ഒന്നും പറഞ്ഞില്ല. ശിവൻകുട്ടി മറ്റൊരു ദിശയിലേക്ക് ബോട്ട് തിരിച്ചു വിട്ടു. കാവൽക്കാരൻ പോലും ഇല്ലാത്ത കായലെടുത്ത ബംഗ്ലാവ്. ബംഗ്ലാവിൻ്റെ മാർബിൾ തറയിൽ കള്ളിമുണ്ടി വിരിച്ച് കിടക്കുകയായിരുന്നു സുലൈമാൻ ഹാജി. ഇടയ്ക്കിടെ എത്തുന്ന കായൽക്കാറ്റ് അയാളെ നല്ലോണം തലോട് തെന്നിയ കന്നു. താരിക്കാറുമെടുത്ത് അകിൽ മരം അന്വേഷിച്ചു പോയതാ. മയക്കം കൺപോളകളെ തഴുകിയപ്പോൾ അയാൾ മയക്കത്തിലേക്ക് വഴുതി. അപ്പോഴാ ഇരുമ്പ് ഗേറ്റിൻ്റെ ഒരു ഞരക്കം. അത് കേട്ടെങ്കിലും അയാൾ തലയുയർത്തിയില്ല. പാദസരത്തിൻ്റെ കിലുക്കം കേട്ട പോലെ. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ പതിഞ്ഞൊരു വിളി വെച്ചു. മുതലാളി. അയാൾ എഴുന്നേറ്റു. സിറ്റൗട്ടിൻ്റെ പിടിയിൽ ഒരു പെൺകുടി. അയ്യപ്പൻ്റെ മകൾ. മനമൊന്ന് തുടിച്ചെങ്കിലും അയാൾ തിരക്കി. അച്ഛനെവിടെ? അച്ഛൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി. കരയാതെ കാര്യം പറ കൊച്ചേ. അപ്പോഴാ ടെലഫോൺ ബെല്ലടിച്ചത്. അയാൾ ചെന്ന് അറ്റൻഡ് ചെയ്തു. ഞാനാ മുതലാളി. ഫ്യൂഡറാൻ കഴിച്ച അയ്യപ്പൻ ഡിസ്പെൻസറിലുണ്ട്. നമ്മുടെ ചിങ്ങോത്തയാണേ. സരസ്വതിയും മോളെയും കണ്ടു. കുഴപ്പമൊന്നുമില്ല. ആദിയാർ ചെറുതായിട്ടൊന്ന് നടുങ്ങി. അയ്യപ്പൻ്റെ മകളാണല്ലോ സിറ്റൗട്ടിൽ. എന്നെ നാട്ടുകാരെ വിശേഷം അറിയാനാണോ ചേത്താനെ വിട്ടത്? അയാൾ താരികിനോട് കയർത്തു. ഒത്തു മുതലാളി. ഡിസ്പെൻസറിയുടെ പിന്നിൽ മാമച്ചൻ്റെ പറമ്പിൽ 40 വർഷം പിന്നിട്ട് 6 കിടക്കുന്നത്. കാതലുണ്ടോയെന്ന് തുറന്നു നോക്കാം. ഷാരിക്ക് വിശദീകരിച്ചു. ഈ തുറക്ക് രാത്രി മരച്ചീനി തുറക്കാനില്ലായിരുന്നല്ലോ എൻ്റെ ബാപ്പ തുറപ്പാൻ്റെയും ജബ്ബാറിൻ്റെയും പണി. അയാൾ ഫോൺ വെച്ചു. പിന്നെ സിറ്റൗട്ടിലേക്ക് ചെന്നു. അച്ഛനെന്താ കിറുക്ക വശം കഴിച്ചേക്കണ്? എല്ലാവരും കുടിക്കാൻ തീരുമാനിച്ചതാ. പക്ഷേ പറ്റണില്ല. 1 മണിക്കൂറല്ല മുതലാളിക്ക് ഇഷ്ടമുള്ളത് അത്രയും നേരം ഞാനിവിടെ കഴിയാം. ഇതിൻ്റെ ആധാരം തരുമെങ്കിൽ. 4 ജീവൻ കളയുന്നതിലും പ്രധാനപ്പെട്ടതല്ലോ മാനം. വൃന്ദ പൊട്ടിക്കരഞ്ഞു. ആരും അറിയാതെ വന്നതാ ഞാൻ. ആരും അറിയാനും പാടില്ല. കരയല്ലേ. ഈയാടെ പെണ്ണ്. വൃന്ദയാൽ ബെഡിലേക്ക് ഇരുത്തി. എജ് പേടിക്കണ്ടെന്ന്. എനിക്കൊന്നും സംഭവിക്കൂല. അയാൾ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നമുക്ക് ആകെ ഇഷ്ടമുള്ള ഏർപ്പാട് ഇത് മാത്രമാണ്. എൻ്റെ അച്ഛന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുപ്പിക്കാം. പ്രമാണത്തിനൊപ്പം ചീക്കായി ഞമ്മളിനും തരുന്നുണ്ട്. എനിക്ക് സന്തോഷമായോ? അയാൾ അവളുടെ തോളിൽ കൈവച്ചു.
പിന്നെ അടക്കാനാവാത്ത ആർത്തിയോടെ അവളെ ഒന്ന് നോക്കി. ഒരു ചുവന്ന ഹാവ്സാരിയാണ് അവളുടെ വേഷം. ഉദയസൂര്യനെ പോലെ ജ്വലിക്കുന്നുണ്ട് അവൾ. അങ്ങനെയൊക്കെ അയാൾക്ക് തോന്നുന്നുണ്ട്. പിന്നെ വല്ലാണ്ടൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല, എന്തുകൊണ്ടും നല്ല ചന്ത. സ്വയം ഒരു സാധനം തന്നെ. അയാളുടെ മനം മന്ത്രിച്ചു. അവൾ ആകെ ഭയന്നിരിപ്പ. പാറി വീഴുന്ന മഴ പോലെ പെട്ടെന്നൊന്നണം ആ ഉടലാകെ വിറകൊള്ളുന്നുണ്ട്. പല്ലുകൾ കിടുകിട വിറയ്ക്കുക. അയാൾ ധൃതി കാണിച്ചില്ല. ഇങ്ങനെ എത്ര എണ്ണം ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഒരുപാട് പേര് കിടന്നിട്ടുള്ളതാ, കന്യകമാരും അല്ലാത്തവരും. അനുനയവും ഭീഷണിയും പ്രയോഗിച്ചും വഴങ്ങാത്തവരെ ഹാജിയാർ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. മെല്ലെ ചാലകത്തിനരികിലേക്ക് നടന്ന് കയ്യിലെടുത്ത കഞ്ചാവ് നിറച്ച ഹുക്ക അതിങ്ങനെ പുയസ്കച്ചിട്ട് ജനലിനരികിലേക്ക് ചെന്നയാൾ നിന്നു. കായലിലൂടെ ഒഴുക്കിയെത്തിയ കാറ്റിന് ഉപ്പ് കലർന്നൊരു ചീഞ്ഞ ചകിരിയുടെ മണമായിരുന്നു. അകലെ ചേർന്ന ചന്ദനത്തരത്തിൻ്റെ ഗന്ധം ആസ്വദിക്കുന്ന അതേ മാനസികാവസ്ഥയിൽ ആ മണവും അയാൾ നുറങ്ങാറുന്നു. ഒന്നിനു പിറകെ ഒന്നായി അയാൾ ഹുക്കയിൽ നിന്നും പുക ആസ്വദിച്ചു. വീശിയടിച്ച കാറ്റും കൂടെ ഏറ്റപ്പോൾ തലച്ചോറിലൊരു ലഹരി പൂത്തുലഞ്ഞു. സിരകളിലത് നുരണഞ്ഞു. അയാൾ തിരികെ ബെഡിൽ ചെന്നിരുന്നു. നിസ്കാരത്തഴമ്പുള്ള നെറ്റിയിൽ തടവി അയാൾ തലപ്പ വഴിച്ചു വെച്ചു. വെളുത്ത ഫുൾ സ്ലീവ് ഷർട്ടും അയച്ച് സിൽക്ക് ചുപ്പയ്ക്കൊപ്പം ഷർട്ടും സോഫയിലിട്ടു. അറബികളുടേതുപോലുള്ള ആ കൊഴുത്ത ഇതിൽ ആ മാല അർദ്ധചന്ദ്രാകൃതിയിൽ തീർന്നൊരു ലോക്കറ്റിൽ വജ്രക്കല്ലിങ്ങനെ തിളങ്ങുന്നുണ്ട്. അയാൾ പതിയെ അവളുടെ ഓരോ നട്ടങ്ങ് മാറ്റി. വൃന്ദയൊന്ന് നടുങ്ങിയെന്ന് തോന്നി. എന്തായിരിക്കും, നാണക്കേടും പരമ്പവും കൊണ്ട്, അല്ലാണ്ടെന്താ അല്ലേ. അവൾ അപ്പോഴത്തേക്കും ഇരു കൈകളും ആടേക്കെടുത്ത് പിണച്ചു വെച്ചു. അയാൾ പക്ഷേ അവിടേക്കല്ല, താഴേക്കാണ് നോക്കിയത്. ഈ ചെന്നം നമ്മളേതായിരിക്കോ? അനക്കൊരു അറിഞ്ഞാണ് നമ്മൾ പണിയിച്ചു തരാം, ഇവിടെ ഇടാൻ. അത് നല്ല ഭംഗിയായിരിക്കും, ഹാജിയാർ പറഞ്ഞു. അല്ലേ വേണ്ട, അതിവിടെ അതിമോഹ. നമ്മൾ വിളിക്കുമ്പോൾ വെച്ച് വന്നാൽ മതി. നമ്മളെൻ്റെ പൂതി തീരണ വരെ. എന്നാൽ നമ്മൾ അനക്ക് അറബി പെണ്ണിൻ്റെ കൂമ്പാരം തരും. കൂമ്പാരം വികാര ജ്വാലയിൽ വിങ്ങിയ അയാൾക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. ഇതെന്തപ്പ ഇത്? അയാൾ അവിടെ ഒന്ന് ഇതാക്കി. അയാളുടെ ആ ഒരു ഇത് അവിടെ നിന്നപ്പോൾ അവളൊന്ന് കുറുകി ഒലഞ്ഞു പോയി. മണിയറയിൽ, അതായത് ആദ്യ രാത്രിയിൽ മണിയറയിൽ കഴുത്തിൽ മിന്നുകെട്ടിയ അജ്ഞാത പുരുഷന് സമർപ്പിക്കേണ്ട ഈ വിശുദ്ധി ഏതാനും മിനിറ്റുകൾക്കകം വിസ്മൃതിയിലാവുമെന്ന് ഒരേങ്ങലോടെ അവൾ അറിഞ്ഞു ആ നിമിഷം. പിന്നെ അവരുടെ പരിപാടികൾ അവിടെ തുടർന്നു. അങ്ങനെ അവളുടെ ഓരോ നരങ്ങലും പൊളയലുമായി. അടക്കൻ്റെ ഹദൂരി ഹാജിയാർ മന്ത്രിച്ചു. ഏതാ സ്വർഗം, ഇച്ച് കാണാൻ കിടക്കണതേ ഉള്ളൂ. അതും പറഞ്ഞ് അയാളുടെ പണി വീണ്ടും തുടങ്ങി. അവരെൻ്റെ ആകെ പൂത്തെറിഞ്ഞ് നിൽക്കുക. എതിർപ്പ് മനസ്സിൻ്റേതും കീഴടങ്ങൽ വീട് നഷ്ടപ്പെടുന്നതിൻ്റെയുമാണെങ്കിലും നിസ്സഹായാവസ്ഥയിലായ ശരീരം അറിയപ്പെടാതെ മേച്ചിൽപ്പുറങ്ങളിലെത്താനും അവിടെ ഉല്ലസിച്ച് നടക്കാനും അഭിലഷിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അവിടെ രസം പകർന്ന നിമിഷങ്ങളായിരുന്നു. അങ്ങനെ മുറിയിലെ വായുവിൽ തിങ്ങി നിന്ന ചന്ദനഗന്ധവും അവളിൽ നിന്ന് തീർന്ന ആ വിയർപ്പിൽ നിന്ന് പ്രസരിച്ച മണത്തോടുകൂടി തോറ്റുപോയി തന്നെ പറയാം. ആ മുറിയിലെ അന്തരീക്ഷത്തിൽ വൃന്ദയുടെ ഗന്ധം ആലയടുക്കിയായിരുന്നു. അത് ആസ്വദിച്ച അയാൾ അവളെ അവിടെയൊക്കെ അവിടെയും എവിടെയും ഒക്കെ ഇതാക്കുക. ആളിങ്ങനെ താഴോട്ട് പോയപ്പോൾ വേണ്ട എന്നവൾ വിലക്കി. അയാളത് കേട്ടില്ലെന്ന് തോന്നുന്നു. അത്രയ്ക്കും പതിഞ്ഞതായിരുന്നല്ലോ അവളുടെ സ്വരം. ആ കനികൾ ഉടഞ്ഞിട്ടില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. അതിൽ ഇന്നോളം ആരും കൈവച്ചിട്ടില്ലെന്ന്. ഇനി കൈവയ്ക്കുന്നവർക്ക് ഒരു തരുമ്പം ബാക്കി നൽകാതെ അത് മൊത്തം ഒടിച്ച് കളയാനായിരുന്നു അയാളുടെ തീരുമാനം. പിന്നെ ചിന്തിച്ച് നിന്നില്ല. അതൊക്കെ നല്ലവണ്ണം ഇതാക്കി. ഒരു ഉന്മത്തനായൊരു സ്റ്റേജായിരുന്നു. നല്ല പൂർവാധിക ശക്തിയോടുകൂടെ തന്നെ ഇതാക്കി. അവൾക്ക് കരയാനായില്ല, എതിർക്കാനുമായില്ല.
പിന്നെ അവൾക്കൊരു പാമ്പെഴിയുന്നൊരു പ്രതീതിയാണ് കിട്ടിയത്. എന്താ സംഭവം എന്ന് മനസ്സിലായിണ്ടാവുമല്ലോ. അയ്യോ, ഭയത്തോടെ അവൾ കൈ പിൻവലിച്ചു. പിടയുന്ന പൗരുഷം. അയക്കെന്നെ പിടിച്ചോളിൻ, ഉപദ്രവിക്കില്ല, പാവ. ഹാജിയർ ചിരിച്ചു. പിന്നെ എല്ലാ നീക്കവും പെട്ടെന്നായിരുന്നു. അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് പെട്ടെന്നൊരിത്. അയ്യോ, അവൾ ആകെ ഒന്ന് ചീരിപ്പോയി. കരച്ചിൽ ഉച്ചത്തിലായി. അയാളത് ഗൗനിച്ച് പോലുമില്ല. ആദ്യം എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെയല്ലേ, നല്ലവണ്ണം കരയും. പിന്നീടൊന്ന് ചെയ്തായോ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അതിനിടയ്ക്ക് കായലിലൂടെ മന്തൊഴുകിയെത്തി തെന്നൽ ജാലകത്തിലൂടെ കള്ളനെ പോലെ കടന്നു വന്നു. അതിനെ ഫാനിൻ്റെ കൃത്രിമ കാറ്റ് പിടികൂടി പുറത്തേക്ക് എറിയുകയും ചെയ്യും. അങ്ങനെ അവിടെ നല്ലവണ്ണം എന്ന് വെച്ചാൽ നല്ലവണ്ണം ആദ്യമായിട്ടും കൂടെ ആയതുകൊണ്ട് നല്ല വേദന സഹിക്കുന്നതും കൂടി ഉണ്ട്. അങ്ങനെ നല്ലൊരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ആളെണീറ്റ് വാഷ്റൂമിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ അവളെണീറ്റ് എല്ലായിടത്തും ഇടാനായിട്ട് പുറംതിരിച്ച് നിൽക്കുക. പിന്നെ പുറമെന്ന് കണ്ടപ്പോൾ ആളുടേത് വീണ്ടും സ്റ്റഡിയായി. പിന്നെ നമ്മുടെ കാറ്റിൻ്റെ കാര്യം പറയണ്ട, അതിങ്ങനെ സപ്പോർട്ട് ചെയ്തതോടുകൂടി അതിങ്ങനെ സ്റ്റാൻഡപ്പ് അടിച്ചു. ആളുടെ പണി വീണ്ടും നടന്നു. വൃന്ദയാണെ കട്ടിച്ച് പിടിച്ച് സഹിച്ചു നിന്നു. എത്രയും പെട്ടെന്ന് ഇതൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു പോയി. പക്ഷേ ഹാജിയാർക്ക് ഒരിക്കൽ കൂടെ ആയത് കാരണം ഏറെ നേർക്ക് അവൾക്ക് ഇതാക്കേണ്ടി വന്നില്ല. ആള് പുറമത്തേക്കുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ പിന്നെ ആലോചിച്ചത് ആളതിന് മുതിർന്നില്ല. അതും കൂടി ചെയ്താൽ ആൾക്ക് വീട്ടിലേക്ക് നടന്നു പോകാൻ കഴിഞ്ഞില്ലെങ്കിലോ. ഇവിടെ ഒരിക്കൽ കൂടി ഇവിടെ വരുത്തണം, അന്നാവാം അതിൻ്റെ ഉദ്ഘാടനം. അങ്ങനെ അതും പറഞ്ഞങ്ങനെ അയാൾ അവിടെ ഇരുന്നു. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് സംതൃപ്ത ഒരു പുഞ്ചിരിയും ചിരിച്ച് അങ്ങനെ ആ ഒരു സമയം കടന്നുപോയി. വൈകുന്നേരം വീട്ടിലെത്തിയ ഹാജിയാർക്ക് വീട്ടിൽ ഫരീദയെ കാണാൻ കഴിഞ്ഞില്ല. മാത്രമല്ല സ്കൂൾ വിട്ട് ഇതുവരെ ഷഹാനയും എത്തിയിട്ടില്ല. പുതിയ പ്രഭാവത്തിൻ്റെ കതിരടെ ചിതറിയിരിക്കുന്നു. ഇന്നെന്തോ എണ്ണിക്കാൻ തോന്നുന്നില്ല. ശിവൻകുട്ടി മൂടിപ്പൊറിച്ച് തന്നെ കിടന്നു. തലേന്ന് സന്ധ്യയോടെയാണ് ഹൗസ് ബോട്ട് തീരത്തെടുപ്പിക്കാൻ പറ്റിയത്. എന്തൊരു സ്ത്രീയാണവർ. വിജനമായ കായൽ, അവരോടൊപ്പം മണിക്കൂറുകൾ. തീർച്ചയായും അവർക്ക് തന്നോട് എന്തോ താല്പര്യമുണ്ട്. പർദ്ദയ്ക്കുള്ളിലെ ആ നിറയെ യൗവനം താൻ ഇടയ്ക്കിടയ്ക്ക് കോരി കുടിക്കുന്നത് അവർ ശ്രദ്ധിച്ചു കാണുമോ എന്തോ. ചേട്ടാ എട്ടിക്കുന്നില്ലേ? ശാലിനി പുതപ്പെടുത്ത് ഒറ്റ വലി. അവൻ ഞെട്ടിപ്പോയി. ഫരീദയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ അതിങ്ങനെ സെറ്റായിട്ട് നിൽക്കുക. തുണിയാണെങ്കിൽ കാൽക്കലും. അവളത് കണ്ട് വിളിച്ച് നിൽക്കുക. അവനെ തുണി വാരിച്ചിട്ട് ആൾക്ക് നേരെ കൈയൊങ്ങിയതും അവൾ ചിരിച്ചുകൊണ്ടങ്ങ് ഓടിക്കളഞ്ഞു. ഈയിടെയായി അവൾക്ക് കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. അവൻ മുറിയിൽ നിന്നും കോലായിലേക്ക് ഇറങ്ങി. വത്സല കട്ടൻ ചായയായിട്ട് വന്നു. ഇന്ന് പണിയില്ലേടാ? തോമാച്ചൻ്റെ പറമ്പിൽ നിന്ന് അകില് വെട്ടാനുണ്ടെന്ന കാര്യം അപ്പോഴാണ് അവൻ ഓർമ്മ വന്നത്. രാഘവൻ എന്നാ പറഞ്ഞടാ? കണ്ടില്ലമ്മേ, ശ്രീകലയുടെ കാര്യം എന്തായാലും നാളെ തന്നെ തുടങ്ങണം. ശാലിനിയുടെ കൂടെ തന്നെ നടത്തണം. ഒരുപാട് കാശാവില്ലടാ. കാശുണ്ടോ നിൻ്റെ കൈ? മുതലാളി സഹായിക്കാൻ നേരിട്ടുണ്ട്. അവനൊരു കളവ് പറഞ്ഞു. വീട് പണിക്ക് കാശ് തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞത് ഫരീദ ബീവിയെ. തറ കെട്ടി പഞ്ചായത്തിൽ അറിയിച്ചാൽ ആദ്യ ഗഡു കിട്ടും. പിന്നെ പടവ് കഴിഞ്ഞാൽ പാസ്സായ തുക മൊത്തം കിട്ടിയാലും വീട് പണി തീരുന്ന കാര്യം സംശയമാണ്. വീട് പണിക്ക് പോയുള്ള പരിചയം വെച്ച് പറഞ്ഞതാ. നിൻ്റെ മുതലാളിയുടെ കാശ് കൊടുക്കാൻ ബുദ്ധിമുട്ടാകുമല്ലേടാ? പലിശയ്ക്കാണോ? അല്ലമ്മേ. ശിവൻകുട്ടി മുറ്റത്തേക്ക് ഇറങ്ങി തോർത്തുമായി കായലിലേക്ക് നടന്നു. കായൽക്കരയിലെത്തിയതും അവൻ ചുറ്റും ഒന്ന് നോക്കി. ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി കായലിലേക്ക് പടർന്നു കിടക്കുന്ന ആ പൊന്തക്കാടിനുള്ളിലേക്ക് നൂന്ന് കയറി. അവിടെ കെട്ടിയിട്ടിരുന്ന കയറിൽ പിടിച്ച് പതുക്കെ വലിച്ചു വെക്കാൻ തുടങ്ങി. കേരളത്തിലെ മുഴുവൻ ബാറുകളും കള്ളശാപ്പുകളും വരെ പൂട്ടിയാലും ഈ ശിവൻകുട്ടിയെ തോൽപ്പിക്കാനാവില്ല മക്കളെ. വലിച്ചു പൊക്കി കയറിൻ്റെ അറ്റത്ത് 4 കുപ്പികൾ. കരിക്ക് വെള്ളം കുപ്പിയിലാക്കി അല്പം ഈസ്റ്റ് ചേർത്ത് കായൽ കെട്ടിത്താഴ്ത്തുക. 2 ആഴ്ച കഴിഞ്ഞ് വലിച്ചു പൊക്കുക. വാറ്റുപോലും തോറ്റുപോകുന്ന നല്ല സ്വയംബൻ സാധനം റെഡി. അവിടെ തന്നെ തിരികെ വെച്ചിരുന്ന സഞ്ചിയിലേക്ക് കുപ്പികൾ ഇറക്കി വെച്ച് ശിവൻകുട്ടി കുളിക്കാനിറങ്ങി.
മനക്കൊടിയിൽ ബംഗ്ലാവ്. പതിവ് പോലെ ഹാജിയർ സുബഹി നിസ്കാരവും സിറ്റൗട്ടിലെത്തി. അല്ലെങ്കിലും ഹാജിയർ അങ്ങനെയാ, പഠിച്ചാനുള്ളത് പഠിച്ചനും ചെകുത്താനുള്ളത് ചെകുത്താനും. സിറ്റൗട്ടിലേക്ക് കാലെടുത്ത് വെച്ചതും കണ്ണിനൊരു പുതിയ കുളിർമ. നയനമനോഹരമായ ദൃശ്യം മുന്നിൽ. തട്ടമിടാത്ത ഏതോ പെൺകുട്ടി പെണ്ടിരിഞ്ഞു നിന്ന് മുറ്റുമടിക്കുന്നു. പവാടയും ബ്ലൗസാണ് വേഷം. നല്ല വിരിഞ്ഞത് താളത്തിൽ ഇളകുന്നുണ്ട്. നല്ല നീളമുള്ള മുടി. ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. മുഖം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും വേറൊരു സെല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അവളെ തട്ടമിടാതെ ഇതുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല അവളുടെ പിൻഭാഗം എത്ര ദൂരെ നിന്ന് കണ്ടാലും തനിക്ക് തിരിച്ചറിയാം. എപ്പോഴാണ് കാര്യം പിടികിട്ടിയത്? മെഹറുന്നീസയുമായുള്ള തൻ്റെ ചുറ്റിക്കളി ഫരീദയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ട് അവളെ പറഞ്ഞ് വിട്ടോ എന്തോ. കാഫറജിനെ പണിക്ക് വെച്ചതാ. അല്ലെങ്കിലും അവൾ ദിനം പ്രതി പത്രം വരുന്ന അതൊക്കെ കാണാൻ പെറ്റു തള്ളിക്കാണെങ്കിലും സംശയം തോന്നും. ആരോ മൂക്കടെ ഇടയ്ക്ക് വെക്കുന്നുണ്ടെന്ന്. മെഹറുന്നീസയെ അവളുടെ 14-ാമത്തെ വയസ്സിൽ ഇവിടെയൊക്കെ പണിക്ക് നിർത്തിയത് ഫറീദ തന്നെയായിരുന്നു. ഇപ്പോഴതാ മറ്റൊരു കിണ്ണം ചരക്കാൻ നിർത്തിയിരിക്കുന്നു. മുറ്റൊക്കെ അടിച്ച് മുന്നോട്ട് നടക്കും തോറും നല്ല വിരിവുള്ളത്. ഓ, അതൊക്കെ കണ്ടെങ്ങനെ സഹിക്കാനല്ലേ. ഹാജിയാരുടെ കൈ എവിടെയാണെന്ന് അവൻ മനസ്സിലായി. ചൂലും കൈ പിടിച്ച് അവൾ നിവർന്ന് ഹാജിയാരുടെ നേരെ തിരിഞ്ഞതും അയാൾ തലയ്ക്ക് അടി കിട്ടിയ പോലെ ചാരു കസരയിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. പഠിച്ചോനെ, ഇത് നമ്മൾ മോളാണല്ലോ ഷഹാന. അവൾ ആകെ പ്രവേശത്തിലായി. തൊണ്ടയിലെ വെള്ളം മൊത്തം വറ്റി. തട്ടിടാതെ അവളെ കണ്ടിട്ടുള്ളത് കുട്ടിപ്രായത്തിലാണ്. മാത്രമല്ല വീട്ടിൽ അവൾ ഇടാറുള്ളത് മിടിയും ടോപ്പുമാണ്. അവൾ ഇത്രയും വലുതായോ? അവളുടെ ഉമ്മാൻ്റെ അതേ ഇതാണല്ലോ. ഇതൊക്കെ ഓർമ്മ വന്നതും അവളുടെ കണ്ണുകൾ ഈറനായി. അയാൾ ആകെ സ്നേഹിച്ചിട്ടുള്ളത് ആദ്യഭാര്യ സീനത്തിനെ ആയിരുന്നു. വായിൽ വിരലിട്ടാൽ പോലും കടിക്കാത്ത ഒരു പഞ്ചപാവം. അവൻ എത്ര രാത്രിയായാലും അവൾ കാത്തിരിക്കുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവൾക്ക് തന്നോട്. എന്നാൽ നേരെ തിരിച്ച ഫരീദയുടെ സ്വഭാവം. സ്വന്തം കാര്യം സിന്ദാബാദ്. ഇന്നലെ കായൽ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ രാത്രി 8 മണി. ഒരു മോളുള്ളത് സ്കൂൾ വിട്ട് വന്നോ എന്ന് വിളിച്ച് ചോദിച്ചു കൂടിയില്ല. കള്ളപ്പാച്ചി. 4 മണിക്ക് സ്കൂൾ വിട്ടിട്ട് അവൾ വന്നത് 5:30 മണിക്ക്. കൂട്ടുകാരുടെ വീട്ടിൽ പോയതാണത്രേ. എടി ഷഹാന. വാപ്പയുടെ വിളി കേട്ട് അവൾ തിരിച്ചു നോക്കി. അത് തട്ട എവിടെടി? ഗൗരവത്തിലായിരുന്നു ആ ചോദ്യം. ഇവിടെ ആര് കാണാനാ വാപ്പ? അതും ശരിയാണ്. ബംഗ്ലാവിൻ്റെ ചുറ്റുവട്ടത്തൊന്നും ചെറ്റക്കുടലുകൾ പോലുമില്ല. ആ പ്രന്തേണ്ടകർ സ്ഥലത്തിൻ്റെ ഒത്ത നടുക്ക ബംഗ്ലാവ്. ഒരു 12 ഏക്കർ. അമ്പമ്പോ. ആൾ മുറ്റടിയൊക്കെ കഴിഞ്ഞ് ചെടികൾക്ക് വെള്ളം അടിക്കാൻ തുടങ്ങി. ഇന്ന് മെഹറുന്നീസ രാവിലെ തന്നെ വീട്ടിൽ പോയിട്ടുണ്ടാകും. അതാണ് ഇവളീ പണി ചെയ്യുന്നത്. മെഹറുന്നീസയുടെ ലീവ് അങ്ങനെയാ. അത് രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരും. മകളുടെ പിന്നെ മിഴികൾ രണ്ടും ചലിച്ചപ്പോൾ ആ ഒരു തിരിച്ചറിവ്, അത് വല്ലാത്തൊരു തിരിച്ചറിവായിരുന്നു. അടങ്ങി നില്ലടാ ഹിമാറെ. അതെൻ്റെ സ്വന്തം മോള. പിറുപിറുത്ത് കൊണ്ട് അയാൾ ഹിമാറിനിട്ടൊരു തല്ല് കൊടുത്തു. തല്ല് കിട്ടിയതും അവൻ പണം വിടർത്തിയാടി. ഇതുമായിട്ട് ഇവിടെ സ്കൂളിൽ പോയാൽ പഠിക്കുന്ന മാഷന്മാരുടെ എല്ലാം കണ്ണ് എവിടെയായിരിക്കും എന്ന് അയാൾ ഒരു നിമിഷം ചിന്തിച്ചു. പക്ഷേ അയാൾ പറഞ്ഞത് മറ്റൊന്നതാണ്. ഷഹാന, സ്കൂൾ വിട്ട് നേരെ വീട്ടിലെത്തിക്കണം, അല്ലേ എൻ്റെ പഠിപ്പ് അന്നത്തോടെ നമ്മൾ നിർത്തും. ആ പറഞ്ഞത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾ വാപ്പാനെ ദേഷ്യത്തിലൊന്ന് നോക്കി. വാപ്പാൻ്റെ മുന്നിലൂടെ തന്നെ അതും ഇതാക്കി കയറിപ്പോയി. അതൊക്കെ കണ്ട് അവൾ അതിശയിച്ച് നിന്നുപോയി. പഠിച്ചോനെ, ഇങ്ങനെ പോയാൽ വല്ല ഉറക്ക് ഗുളിയും കൊടുത്ത് നമ്മൾ വണ്ടി കെട്ടിപ്പോകും. ഞമ്മൻ്റെ മോളെയെങ്കിലും ഈ ഹിമാറിൽ നിന്ന് കാത്തോളിനെ പഠിച്ചോനെ. അയാൾ അതിൽ തന്നെ ഇതാക്കി പറഞ്ഞു. 7 മണിയോടെ ഹാജിയാരുടെ ലാൻസർ പോർച്ചിൽ നിന്നും പുറത്തേക്ക് നീങ്ങി. പലിശ തരാതെ ഒരുപാട് പഹയന്മാർ മുങ്ങി നടക്കുന്നുണ്ട്. രാവിലെ പോയാലേ കൈയോടെ പിടികൂടാൻ പറ്റൂ. അയാൾ അന്നത്തെ വേട്ട തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഗേറ്റ് കടന്നതും ആ വണ്ടി ഒരു മുരൾച്ചയോടെ കുതിച്ചു പാഞ്ഞു. കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയ ശിവൻകുട്ടി മുറിയിലേക്ക് കയറി സഞ്ചി കട്ടിലിൻ്റെ ചുവട്ടിലേക്ക് വെച്ചു. അമ്മ അറിഞ്ഞാലും കുഴപ്പമില്ല. താൻ ഇടയ്ക്കെല്ലാം വീശാറുള്ളത് അമ്മയ്ക്കറിയാം. പെട്ടെന്ന് വസ്ത്രം ധരിച്ച് ഭക്ഷണം വെള്ളച്ചോറും തലേന്ന് കൊണ്ടുവന്ന വാളക്കറിയും കരിമീൻ വറുത്തതുമായിരുന്നു. ഭക്ഷണം കഴിച്ചവൻ പുറത്തേക്കിറങ്ങി.
ചേട്ടാ എനിക്കൊരു 10 രൂപ താ. അമ്മയോട് ചോദിച്ചിട്ട് തരുന്നില്ല. ശാലിനി അവനെ പറ്റിക്കൂടി. ശിവൻകുട്ടി അവളെ ഒന്ന് ചുഴിഞ്ഞു നോക്കി. രാവിലത്തെ സിങ്കട്ടൻ്റെ ഭാവം മുഖത്തില്ല. എനിക്ക് കീല് വാങ്ങാനാ ചേട്ടാ. അവൾ അവൻ്റെ കൈ പിടിച്ച് വീണ്ടും കുരുങ്ങി. എനിക്ക് വീക്കിലി. ഓക്കെ. 17 വയസ്സായെങ്കിലും കൊട്ടിത്തം മാറാത്ത മുഖവും കുസൃതി നിറഞ്ഞ കണ്ണുകളും മുഖത്തിന് ഒട്ടും ചേരാത്ത അതും. ബ്ലൗസ് പൊട്ടി ഇപ്പം പുറത്ത് ചാടുന്ന അവസ്ഥയില്ല അതിങ്ങനെ നിൽക്കുക. അത് കണ്ടതും അവന് ദേഷ്യം വന്നു. നീ ഇങ്ങനെയാണോ അടി കടയിലേക്ക് പോകുന്നത്? എന്താ ഏട്ടാ? അവൾ കാര്യം പിടികിട്ടാതെ അവനെ നോക്കി. അമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ. അവൻ വഴിയിലിറക്കി ഇറങ്ങി നിന്നു. എന്താടാ? വത്സല അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവളോട് പുറത്ത് പോകുമ്പോൾ ഒരു ധാവണെങ്കിലും ചുറ്റാൻ പറ. തെല്ലേ ഈർഷ്യത്തോടെയാണ് അവൻ പറഞ്ഞത്. മകൻ പറഞ്ഞതിൻ്റെ പൊരുൾ അവർക്ക് മനസ്സിലായി. അമ്മയുടെ കയ്യിൽ അവൾക്കുള്ള പൈസയും കൊടുത്ത് അവൻ നടവഴിയിലൂടെ മുന്നോട്ട് നടന്നു. റോഡിലേക്ക് കയറി. ചന്തയിലെത്തിയപ്പോൾ ഹാജിയരുടെ ലാൻസർ കാർ റോഡ് സൈഡിൽ കിടപ്പുണ്ട്. അവനെ കണ്ടപ്പോൾ മുതലാളിയുമായി സംസാരിച്ചുകൊണ്ട് നിന്ന കൈപ്പറമ്പിൽ അനില യാത്ര പറഞ്ഞ് നടന്നകന്നു. അഡ്മിഷൻ എന്നും പറഞ്ഞ് കായ് ഭാഗിച്ചിട്ട് കുറച്ചായി. മുതലും ഇല്ല, പലിശയില്ല. ഒടുക്കം കായ്ക്ക് തിരിച്ചു തരാനുള്ള വഴിയും അമ്മ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അയാളൊന്ന് ചിരിച്ചു. എന്തായിരിക്കുമല്ലേ വഴി? ഓളെ പഠിപ്പും കഴിഞ്ഞ് കാനഡയിലോ മറ്റോ പോവാത്രേ. നമ്മ മേലോട്ട് നോക്കേണ്ടി വരില്ലേ? നമ്മൻ്റെ ഐഡിയ അവൾക്ക് പിടിച്ചു എന്നാണ് തോന്നണേ. അയാൾ കാറിൽ ശിവൻകുട്ടിയും കിടന്നിരുന്നു. ലാൻസർ മുന്നോട്ട് നീങ്ങി. ആ സാങ്കിനുള്ള ഷാപ്പിലായിരുന്നല്ലോ ആരാ ബോട്ട് ഓടിച്ചത്? ഹാജിയാർ ഡ്രൈവിംഗ് ശ്രദ്ധ ഏർപ്പിച്ച് ചോദിച്ചു. അയാളുടെ ഭാവം എന്താണെന്ന് കാണാമായിരുന്നില്ല. മുതലാളി ചേമ്മ പറഞ്ഞു വിട്ടതാ. ശിവൻകുട്ടി സത്യം പറഞ്ഞു. അയാളൊന്ന് മൂളി. അപ്പോഴാ എതിരെ ശ്രീകലയും കൂട്ടുകാരികളും വരുന്നത്. തുന്നൽ പരിശീലന കേന്ദ്രത്തിലേക്കാണ്. ഇങ്ങനെയൊക്കെ പെൺകുട്ടികൾ നാട്ടിലുണ്ടോ? ആരടാ മഞ്ചത്തി? പട്ടുപാവാടയും ബ്ലൗസും നന്നായി ഇണങ്ങുന്നുണ്ട്. ശ്രീകലയെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് അയാളത് പറഞ്ഞത്. അത് കൈത്താരൽ രാഘവൻ്റെ മോളും തോണിക്കൽ ശിവൻകുട്ടിയുടെ ഭാവി വധുവുമായ ശ്രീകല. അവൻ പരിചയപ്പെടുത്തി. ഹാജിയാർ ചമ്മിപ്പോയി. എങ്കിലും അയാൾ അതിൽ നിന്നും തടിയൂരി. കണ്ടുവച്ചത് കൊള്ളാം. ഹദൂറി തന്നെ, സുബർക്കത്തിലെ ഹദൂറി. കാറ് പാഞ്ഞുപോയി. അത് ഡിസ്പെൻസറിക്ക് അരികിലെത്തിയപ്പോൾ ഒന്ന് നിന്നു. അപ്പോൾ ഡിസ്പെൻസറിയിൽ നിന്നും വൃന്ദയും നവീനും റോഡിലേക്ക് ഇറങ്ങി. വീട്ടിലേക്കായിരുന്നു അവർ. കടിച്ചു തുപ്പിയ കരിമിൻ ചുണ്ടി പോലെ അവശയായിരുന്നു വൃന്ദ. അല്ലെങ്കിലും ഒരു വട്ടത്തെ ആട്ടം കഴിഞ്ഞപ്പോൾ രണ്ടാമത് സംഹാരതാണ്ഡവമായിരുന്നല്ലോ ഹാജിയാർ ആടിയത്, അല്ലേ? അവർ തങ്ങളെ മറികടന്ന് പോകുമ്പോൾ അവളിൽ നിന്നൊരു തേങ്ങൽ അടർന്നു വീണെന്ന് ശിവൻകുട്ടിക്ക് തോന്നി. അയ്യപ്പൻ വിഷം കഴിച്ച് കിടക്കുക, പാവം. നമ്മൾ ഇന്നലെ തന്നെ അയക്കട പ്രമോണവും ഇത്തിരി കായും കൊടുത്തു വിട്ടു. ഹാജിയാർ അങ്ങനെ സ്നേഹിച്ച ചങ്ക പറിച്ചു കൊടുക്കും. വരുത്താ അതങ്ങ് പറിച്ചെടുക്കും. ആ ഈ ചെല്ല്. അപ്പോൾ അതോടുകൂടി നമ്മുടെ കഥയും ഇവിടെ തീരാതെ തിരികെ. ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിച്ചു, ആരുടെ കൂടെയൊക്കെയാണെന്ന് ഒക്കെ നമുക്കിനി വരും കഥയിൽ അറിയാട്ടോ. അപ്പോൾ കഥയൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടെ കൂടിക്കോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്കങ്ങ് ഹാപ്പി ആയിട്ട് പോവാം. ഓക്കെ, ബൈ.